എന്റെ അമ്മേ. ശാസ്ത്രിനഗർ ഗേൾസ് ഹൈസ്കൂളിലെ 50 കുട്ടികൾക്ക് യൂണിഫോം സപ്ലൈ ചെയ്തു. പിന്നെ ഗാന്ധി ഭവൻ ഗവൺമെന്റ് സ്കൂളിലേക്ക് ബ്ലാക്ക് ബോർഡ്സ്, 4th 5th ക്ലാസ്സുകളിലേക്ക് ഇംഗ്ലീഷ് ബുക്സ് എല്ലാം ഈ ആഴ്ച തന്നെ കൊടുക്കണം. അവർക്ക് എക്സാം എടുത്തോണ്ടിരിക്കുക. കാർത്തികേയൻ, ബാങ്കിൽ എത്രയുണ്ട് ബാലൻസ്? 15,600 രൂപ. ഓവർ ഡ്യൂ. ഷട്ട് അപ്പ്. ഓക്കെ. സിന്ധു, അഗർവാൾ സ്വീറ്റ്സ് ഓണർ ചെക്ക് തരാന്ന് പറഞ്ഞിരുന്നില്ലേ? അയാളെ കാണുന്നുണ്ടെങ്കിൽ അയാൾ തരുന്നതിന്റെ ഡബിൾ പെട്രോളിന് വേണ്ടി ചെലവാക്കേണ്ടി വരും. ഞാൻ വന്നില്ലേ? എപ്പോഴത്തെയും പോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ മാസവും ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം എ ചെക്ക് ഓഫ് 15 rupees. താങ്ക് യു. ബൈ ദ ബൈ, ഞാൻ ഡൊണേഷൻ തന്ന കാര്യം ആരും അറിയണ്ട. എന്നാ വെച്ചാൽ എനിക്ക് പബ്ലിസിറ്റി ഒന്നും ഇഷ്ടമല്ല. അത്ര അഭിമാനിയല്ലേ? അതുകൊണ്ടാ ഞാൻ ചെക്കിൽ സൈൻ പോലും ചെയ്യാത്തത്. ചെക്കിൽ സൈൻ ചെയ്തില്ലെങ്കിൽ പാസ്സാകില്ല സാറേ. ഓ, എക്സ്ക്യൂസ് മീ. അതുപോട്ടെ, ആസ് എ ഡൊണേറ്റർ ചോദിക്കട്ടെ, കഴിഞ്ഞ മാസം ഞാൻ തന്ന ഫണ്ട് എന്തിനെല്ലാമാ ഉപയോഗിച്ചത്? നീ തരുന്ന പിച്ച കാശ് 15 രൂപ. നാണമില്ലേ അതിന് കണക്ക് ചോദിക്കാൻ? റിംഗ് ടോൺ കട്ട് ചെയ്യണം. നീ ഈ മുടി ഇങ്ങനെ അടിച്ചിടാതെ ടൈറ്റ് ആയിട്ട് കെട്ടിവെച്ച നല്ല രസമുണ്ടാവും. എനിക്ക് ലൂസാ ഇഷ്ടം. കാരണം നീ ലൂസാ. മുടിയെങ്കിലും ടൈറ്റ് ആയിട്ട് വെക്ക്. താങ്ക് യു. കണ്ടിന്യൂ. ലാസ്റ്റ് മന്ത് ബുക്സ്, ഫീസ്, സ്ലേറ്റ്സ് ഈ ഇനത്തിൽ ഞങ്ങൾക്കൊരു 90,000 ചെലവായി. ഇനിയും ഡീറ്റെയിൽസ് തരാൻ പാടാണ്, ബട്ട് ട്രൈ ചെയ്യാം. എക്സ്ക്യൂസ് മീ. നീ വളരെ സുന്ദരിയാണ്. നീ ചിരിച്ചില്ലെങ്കിലും സുന്ദരിയാണ്. ഏയ്, മീഡിയക്കാര് വൈകുന്നേരം വരുമെന്ന് പറഞ്ഞു. ഹായ്. ഹായ് ബിന്ദു. ആ ചേട്ടത്തി, എന്താ ഇവിടെ? ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ പറയാൻ വന്നതാ. സുദീപ് കൺസ്ട്രക്ഷൻസ് ഒരു വലിയ എമൗണ്ട് ഡൊണേഷനായി തരാൻ ചാൻസ് ഉണ്ട്. നീ പോയി MD ഒന്ന് കാണ്. എങ്ങനെ കാണുന്നേ? ദാ വിസിറ്റിംഗ് കാർഡ്. എന്റെ ബോസിന്റെ ടേബിളിൽ നിന്ന് ചൂണ്ടിയതാ. ചേട്ടത്തി, ഏതായാലും ചൂണ്ടി. അപ്പൊ പിന്നെ ആ ക്രെഡിറ്റ് കാർഡ് കൂടി ഒന്ന് ചൂണ്ടാമായിരുന്നില്ലേ? എന്താ നിന്റെ പടക്കം ഇപ്പോഴേ പൊട്ടിക്കാൻ തുടങ്ങിയോ? അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ചേട്ടത്തി പോയിക്കോ. അച്ഛന് ചെയ്യണം. ശുഭമസ്തു. പൂജിക്കുന്നടാ, എന്റെ ചെക്ക് പൂജിക്കാൻ കൊടുക്കുന്നു. 15 രൂപ ചെക്കിന് പൂജ, അർച്ചനയ്ക്ക് തന്നെ 20 രൂപ. ആണോ? ആ, സൂപ്പർടാ. 15 ലക്ഷോ? ആരാ തന്നത്? സുദീപ് കൺസ്ട്രക്ഷൻസ് MD. അവന് ഒരു തവണയാടാ 15 കൊടുത്തത്. ഞാൻ മാസം കൊടുത്തോണ്ടിരിക്കുകയല്ലേ. സ്വാമി. പ്രസാദ, എല്ലാവർക്കും കൊടുത്തോളൂ. മുഖത്തെ ഈ നാറി എക്സ്പ്രഷൻ ഒന്ന് മാറ്റ്. അവൾ എല്ലാവർക്കും പ്രസാദം കൊടുത്തു, എനിക്കും തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് എനിക്ക് മാത്രം തരാതിരിക്കണമെങ്കിൽ അവൾക്ക് ഞാൻ എത്രമാത്രം സ്പെഷ്യൽ ആയിരിക്കണം ആലോചിച്ച് നോക്കൂ. മാറി നിൽക്കാ. എന്തൊരു വൃത്തികേടാണിത്. വീട്ടിനകത്ത് കോലം, അസ്ഥി, തലയോട്ടി എന്താണ് കാണിക്കുന്നത്? ശരി, ആ ശവം ആരുടെയാടാ? ആ തന്ത്രയുടെ. അവനെന്തിനാടാ ഇവിടെ വന്നേ? ഈച്ച കൊല്ലാൻ വന്നു. ഈച്ച നിനക്കെന്താടാ ഈച്ച പ്രാന്തി പിടിച്ചോ? ആഫ്റ്റർ ഓൾ ഒരു ചെറിയ ഈച്ച ഇത്ര പേടിയോ? ആഫ്റ്റർ ഓൾ ഒരു ചെറിയ ഈച്ച, അതിന്റെ കപ്പാസിറ്റി എന്താണെന്ന് അറിയോ നിനക്ക്? ശരിയടാ, നീ ആണാണെങ്കിൽ ആ ഈച്ചയെ കൊന്നു കാണിക്ക്, നിന്നെ ഞാൻ സമ്മതിക്കാം. നീ ഒരു മുഴുഭ്രാന്തനായടാ. ഞാൻ പറയുന്നത് സത്യമാടാ. ആ ഈച്ച നാനിയാ. ഞാൻ കൊന്നില്ലേ? അവൻ പുനർജന്മം എടുത്തിരിക്കുക.
ആ ഈച്ചയാണ് എനിക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയത്, നമ്മുടെ പണമെല്ലാം കത്തിച്ചത്. അവൻ ഈ വീട്ടിൽ കയറാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്തത്. കാറ്റുപോലും കടക്കാത്ത വിധം ഭദ്രമായി അടച്ചതാ. എന്നിട്ടും ആ ഈച്ച എവിടെ നിന്ന് വരുന്നെന്നോ. ഈ കാലം സമ്മതിക്കൂലല്ല. കണ്ടുപിടിക്കും തിരി പുളിക്കും മോനെ. അയാൾ എന്തിനാ ഈ പണി ചെയ്യുന്നേ? എന്തിനാണ്ടാ പീഡന പരേഡിൽ നോക്കണ പോലെ എന്നെ നോക്കണത്? ഞാൻ തന്നെ ആണ്ടാ. അണ്ണാ, അണ്ണ നീ ഗതി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അണ്ണാ. ഞാനേതാണ്ട് വിചാരിച്ച പോലെയാണ്. പേഴ്സ് അടിച്ചു മാറ്റുന്ന ഈ കൈ കൊണ്ട് കല്ലടിക്കുന്നു അണ്ണാ. ഈ കൈ വയ്യാതിരിക്കണേണ്ട, അതുകൊണ്ടാണ്. എന്റെ അണ്ണന്റെ കൈ കൊമളിച്ചു പോയില്ലോ അണ്ണാ. എടാ, കല്ല് പൊട്ടിച്ച പിന്നെ കൈ കോമളച്ചു വരല്ലാണ്ട് പപ്പടം കോമളച്ചു വരുമോ? ഒഞ്ഞി പൊയ്ക്കേടാ പതുരി, പണിയെടുക്കട്ടെ. സ്വന്തം തൊഴിഞ്ഞോട് ചെയ്യുന്ന ചതിയാണ് ഇത്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ അപമാനമായില്ലേ? നിന്നെ പോലെ കട്ട് കഴിവേറി കടന്ന് ജയിലിൽ പോയി ഉണ്ടാ എന്നെ എനിക്ക് വയ്യ. ഒഞ്ഞി പൊയ്ക്കേടാ, കൊല്ലിഞ്ഞാൻ പോടാ. ഒരു പൊണ്ണിയാളെ വന്നിരിക്കുന്നു. ആ എടാ, നന്നായി കഴിഞ്ഞ് എന്നെ നോക്കി ഇനിയും നന്നാവൂലെന്ന് പ്രാവണ. ഞാനൊരു വിസ അറേഞ്ച് ചെയ്ത് തരാം. താൻ ഗൾഫിലേക്ക് പോകുന്നു, നല്ല ശമ്പളം കിട്ടും. നല്ല ശമ്പളം കിട്ടണമെന്ന് നീ എന്താണ് പോകാത്ത? ഏയ്. ഇല്ല സാർ, ഞാൻ പൊക്കോളാം സാർ, ഞാൻ പൊക്കോളാം സാർ. ആഞ്ജനേയ, ഇന്നലെ വരെ ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നത് കാണിക്ക ഉടക്കാനായിരുന്നു. ആദ്യമായിട്ട് തേങ്ങ ഉടക്കാൻ വന്നേക്കാണ്. ഈ ചേഞ്ചിനെല്ലാം കാരണം ലവ് ആണ്. ദാ അപ്പൊ ഇതങ്ങാട് സ്വീകരിച്ചോ. ദക്ഷിണാമൂർത്തി, പയ്യന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണേ. ആദ്യം നിങ്ങൾക്ക് നല്ല ബുദ്ധി തരാൻ പ്രാർത്ഥിക്കും. എടാ, ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ അത് സ്പോൺസർ ചെയ്തവന്റെ പേരാണ്. ഇത് ആഞ്ജനേയനാടാ, മരമണ്ട. ഗോഡിനെ നോക്കാണ്ട് ബോർഡിൽ നോക്കിയാണ് തൊഴുവണത്. പോയടാ, ഇത് കൊള്ളാവല്ല. മറ്റുള്ളവനെ ഉപദേശിക്കാനും മാത്രം വളർന്നു ഞാൻ. 2 അർച്ചന. സാർ, നിങ്ങൾക്ക് എന്ത് വേണം? ഇതാര് ബിന്ദുവോ? കണ്ടിട്ട് ഇച്ച് നാളായല്ലോ. എങ്ങനെയുണ്ട്? സുഖാണ് സ്വാമി. ഇതെന്താ 2 ടിക്കറ്റ്? അത് എന്തേലും നല്ല കാര്യത്തിനാണോ? അതെ. ആരാള്? പറഞ്ഞാ വിശ്വാസം വരില്ല. പറയാന്ന് പറഞ്ഞില്ലേ? ഈ ചേച്ചിയുടെ സ്വർണം കട്ട് എവിടെയാണോ കൊണ്ടുവച്ചേക്കണത് അവിടെ തന്നെയാണ് ഇതും വെച്ചേക്കണത്. എന്താ മോളെ, നിനക്ക് പ്രേമിക്കാനായിട്ട് വേറെ ആരെയും കിട്ടിയില്ലേ? അതല്ലേ പറഞ്ഞത്, പറഞ്ഞാ വിശ്വസിക്കില്ലെന്ന്. ഇതാളിന്റെ പുനർജന്മ. എല്ലാം മോളുടെ നല്ല മനസ്സ് തന്നെ. മോളുടെ കൈ കൊണ്ട് തന്നെ കൊടുത്തോളൂ. എല്ലാം നല്ലത് ഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഈ ഡോഗ് ഹച്ച് ഹച്ചെന്ന് ചുമക്കുന്നു. എടാ, നിന്റെ ഹച്ച് ഹച്ചെന്നല്ലാതെ ഐഡിയ എയർടെൽ ഡോകോമോന്ന് ചുമക്കുവോ? പോടാ, എഴുന്നേറ്റ് പോടാ. നെക്സ്റ്റ്. ഡോക്ടർ, കാലത്ത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ലഞ്ച് കഴിക്കുന്നില്ല, അതുകൊണ്ടൊരു ടെൻഷൻ. നോ ടെൻഷൻ മോളെ. ഇത് മോളെ, ഞാനില്ല ഇവിടെ. എവിടെയാ നിന്റെ പെറ്റ്? ഇതാ. ഇതെന്നതാ? ഈച്ച. ഓ, ഈച്ച. അതറിയാം. പെറ്റ് ഡോഗ് അറിയാം, പെറ്റ് കാറ്റ് അറിയാം, പെറ്റ് ലിസാർഡിനെയും അറിയാം എനിക്ക്. ഇത് പെട്ടി ഈച്ച. സാർ, പെട്ടി ഒന്ന് പോടാ. പെട്ടി ഈച്ച എന്ന് പറഞ്ഞാൽ അവിടെ പെട്ടിക്കൊണ്ടുവരുവോ? അപ്പൊ കോട്ട നേട്ടാ നീ പെട്ടിക്കൊണ്ട് കൊണ്ടുവരുവോ? പോടാ, ഒന്ന് പോടാ. ഡോക്ടർ, പ്ലീസ് ഡു സംതിങ്. ഐ ലവ് ഹിം. ആളുകളെ ലവ് ചെയ്യുന്നറിയാം, ഈ ഈച്ചയോ?